എന്തേ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടാടാ. ഇപ്പം എൻ്റെ വീട്ടിലോ? എൻ്റെ വീട്ടിലുണ്ടോ കഷ്ടപ്പാട്? നിനക്കറിയില്ലേ, അമ്മയും പെങ്ങളും ഒറ്റയ്ക്കാ. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ദേഷ്യോ? അത് ഇവിടെയോ? അമ്പു, മനുഷ്യൻ്റെ ഓരോ കണ്ടെടുത്തല്ലേടാ. എത്ര പേരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആണല്ലേടാ പറന്നു പോകുന്നത്. നീ പറഞ്ഞത് ശരിയാടാ. എത്രയോ പേരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഞാൻ കാരണം തുറന്നിട്ടുണ്ടാവുക അല്ലേ? നീ അത് കണ്ട? അത് പറപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എപ്പോഴാ നീ? എന്തിനായിരുന്നടാ നീ? എന്തു പറയാനാടാ, കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാ. നീ പറഞ്ഞു ശരിയാ. ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. ഒരു കാര്യമില്ല. നിനക്കില്ലായിരുന്നോടാ സ്വപ്നങ്ങൾ? ഡാ, അങ്ങനെ സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത ഒരു ജീവിതമായിരുന്നടാ എൻ്റെ. എടാ, നീ ആ ചുറ്റുള്ള നോക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാനഭംഗത്തിന് ഇരയായത് 1263 സ്ത്രീകൾ. സ്വദേശി റിച്ചാസിനെയാണ് വളാഞ്ചേരി സിഐയും സംഘവും അറസ്റ്റ് ചെയ്തത്. ചൂരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. മദ്രസാധ്യാപകനായ കർണാടക കൂടക് സ്വദേശി റിയാസാണ് ഇന്നലെ രാത്രി. സംസ്ഥാനത്തിന്റെ വാതിൽപ്പടിയിലാണ് മുഖ്യമന്ത്രി പിണറായി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് സ്ത്രീകളും കുട്ടികളും രാജ്യം വിട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവളത്തെ സംഘടിപ്പിക്കുന്ന ദേശീയ പോലീസ് സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. സദാചാര ഗുണ്ടായസിന് താങ്ങിയും സാക്ഷിയായ വാർത്തയിലേക്കാണ് എഫ്ഐആർ. കൊച്ചിയിൽ പട്ടാപ്പകൽ ആക്രമണം. മൊബൈൽ ഫോൺസിൽ ആക്റ്റീവായെന്ന് ആരോപിച്ചെത്തിയ കരയുറപ്പിക്കുന്നവരെ വാൾ വീശിയ ശേഷം ആസിഡ് ഒഴിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി സണ്ണി തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടല്ലേ? എന്തെങ്കിലും ചെയ്യണ്ടടാ നമുക്ക്. അതിനിപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ കണ്ണികളല്ലല്ലോടാ. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമായിരുന്നു. Hereafter I cannot be myself in this world. Hereafter I cannot make this smile by my words. Hereafter I cannot live my life